ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 200 ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇതിൽ H2 ആണ് ഇതിൻ്റെ പവർ. അത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ ഓണാവും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് 37.7 ആണ്. അതിൽ ആ സെറ്റ് ബട്ടണിൽ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും അതേപോലെയാണ്. ഇതിൽ വരുന്ന 3 സ്വിച്ച് വരുന്നുണ്ട്. H2 വരുന്നത് പവറാണ്. രണ്ടാമത്തെ സ്വിച്ച് ലൈറ്റ്, അത് നമുക്ക് ഉൾഭാഗം കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ മൂന്നാമത്തെ സ്വിച്ച് വരുന്നത് ഓട്ടോമാറ്റിക് റൊട്ടേഷൻ. ഇത് H2വും റൊട്ടേഷനും ഓൺ ചെയ്ത് വയ്ക്കണം. H2 പവറാണ്, അത് പവർ ഓൺ ആക്കിയാൽ മാത്രമേ മെഷീൻ ഓൺ ആവുള്ളൂ. അതുപോലെ തന്നെ റൊട്ടേഷൻ്റെ സ്വിച്ച് ഓൺ ചെയ്താലാണ് നമുക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേഷൻ ആവും. ഇതാണ് ഇതിൻ്റെ എഗ്ഗ് ട്രേ. ഇതിൽ വെക്കണത് ഞാനൊരു വീഡിയോ വേറെ ഇതിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതേപോലെയാണ് എഗ്ഗ് ലോഡ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ വലിയൊരു മെഷീൻ്റെ 500 മെഷീൻ്റെയാണ്. 200 സെയിം ഇതേപോലെ തന്നെ എഗ്ഗ് ലോഡ് ചെയ്താൽ മതി. അതുപോലെ സൈഡിൽ 2 വെൻറ്റിലേഷൻ ഉണ്ട് 2 സൈഡിലും. അത് ഒരു 3/4 ഭാഗം തുറന്നു വയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ട്രേ വരുന്നുണ്ട്. ഇതിലാണ് നമ്മൾ വെള്ളം വയ്ക്കേണ്ടത്. താഴെ റൈറ്റ് സൈഡിൽ 2 ഫാനുണ്ട്. ആ സെക്കൻഡ് ഫാൻ, ഫസ്റ്റത്തെ ഫാനിൻ്റെ അവിടെ സെൻസർ ഉണ്ട്. രണ്ടാമത്തെ ഫാനിൻ്റെ അടിയിലാണ് വെള്ളം വയ്ക്കേണ്ടത്. വെള്ളം ഒരു 3 ദിവസം കൂടുമ്പോൾ കുറയും, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രേയുടെ ഒരു പ്ലഗ് ഉണ്ട്, അത് പ്ലഗ് നമ്മൾ കണക്ട് ചെയ്യണം. ട്രേ നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ 18 ദിവസം കഴിഞ്ഞാൽ, ഇപ്പോൾ കോഴിമുട്ട വയ്ക്കാന്ന് വെച്ചാൽ 21 ദിവസമാണ് വേണ്ടത്. അപ്പോൾ 3 ദിവസം മുന്നേ റൊട്ടേഷൻ ഓഫ് ചെയ്തത്. അപ്പോൾ അതിലിരുന്ന് ഇതുപോലെ വിരിഞ്ഞോളും. പിന്നെ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 6 മണിക്കൂർ തൊട്ട് ഒരു 12 മണിക്കൂർ വരെ നമുക്കതിലിടാം. അത് കഴിഞ്ഞാൽ ബ്രൂഡറിലേക്ക് മാറ്റും.